വിജയിച്ചി അപ്പോൾ ഇതാ പണികളൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര കിതപ്പ് വരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണി അപ്പോൾ ഇതാ ഇത് നമ്മളിതാ 2 ചാല അറ്റ വരെ കോരി കൊടുത്തു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ. ഇന്നിപ്പോൾ രാവിലെ കഞ്ഞിക്ക് നമുക്ക് ചീര ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പറമ്പിലേക്കായിട്ടാണ് പോകുന്നത്. നമ്മൾ മുളകിൻ്റെ ഇടയിൽ നമ്മൾ ചീര നട്ടുകൊടുക്കാറെന്ന് പറയാറില്ലേ, അപ്പം അങ്ങനെ നട്ടിട്ടുള്ള ചീരയാണ് കേട്ടോ. അതും നമ്മുടെ അവിടെ നിന്ന് തന്നെ മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നതാണ് നമ്മളിവിടെ നട്ടിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ ഒരു 5-6 കട അവിടെ നിൽക്കുന്നുണ്ട്. അതും കൂടി എരിഞ്ഞെടുക്കും. ഈ ഒരു വരി ചീര എന്ന് പറയുന്നത് നമ്മുടെ കൂർക്ക തടത്തിൽ തന്നെ മുളച്ച് വന്നിട്ടുള്ള കേട്ടാ. അപ്പോൾ ഇതാ ഇത് കൊണ്ടേ കറി വെച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ വരണം. ചീരക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ നമ്മുടെ വീട്ടിലത്തെ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ അതായത് എനിക്ക് ചോളം നടാനൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഷായട്ടിനാണെങ്കിൽ പറമ്പിൽ എന്താ പറയുക കളയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ. അതായത് നമുക്കിതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെപ്റ്റംബർ മാസം കഴിയാറായല്ലോ. അപ്പോൾ ഒക്ടോബറിലൊക്കെ ആയിട്ടാണ് നമ്മൾ കാബേജ്, കോളിഫ്ലവർ ഇങ്ങനെയുള്ള തൈകളൊക്കെ വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷൈഡും കണ്ട മണ്ണൊക്കെ നന്നായിട്ട് കൊത്തി ഇളക്കുകയാണ്. ഈ ഒരു സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം പുല്ലൊക്കെ ചെത്തി എടുത്തു ആദ്യം. അതിന് ശേഷമാണ് നമ്മളിതാ മണ്ണൊക്കെ ഇതേപോലെ കൊത്തി ഇളക്കി ഇടുക. ഇതിൽ കുമ്മായൊക്കെ ഇട്ട്, അതായത് കുമ്മായവും കോഴിക്കാട്ടം, എല്ലുപൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ മണ്ണിങ്ങനെ സെറ്റാക്കി ഇടാനാണ് നമ്മൾ ഈ മണ്ണൊക്കെ ഇങ്ങനെ കൊത്തി ഇളക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കാബേജ് തൈക്ക് നടാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മണ്ണൊക്കെ എല്ലാവരും റെഡിയാക്കി വെച്ചോളൂ. രണ്ട് നേന്ത്രക്കൊല കേട്ടോ. ഈ നേന്ത്രക്കൊല നമുക്ക് വെട്ടാറായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ചോളം വിത്ത് നടാനുണ്ടെന്ന്. ദേ കണ്ട. അപ്പോൾ ഈ ചോളം നമ്മൾ ആദ്യം മുളപ്പിച്ചിട്ടാണ് നമ്മൾ നടുക. അപ്പോൾ ഇതെങ്ങനെയാണെങ്കിൽ ഞാൻ രാവിലെ ചോളം വെള്ളത്തിലിട്ട് വയ്ക്കും. രാത്രിയാകുമ്പോൾ വെള്ളം ഊറ്റിക്കളയും. അതിൻ്റെ പിറ്റേ ദിവസത്തേക്ക്, അത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ മുള വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചോളം വിത്ത് എന്ന് പറയുന്നത് നമ്മുടെ കോഴികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ മുഴുവൻ ചോളം മേടിക്കും. അതിൽ നിന്ന് നല്ല മണികൾ എടുത്തിട്ടാണ് നമ്മൾ മുളപ്പിച്ചിട്ട് നടാറുള്ളത്. നമുക്ക് നല്ല വലിയ പൊതിച്ചോളം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നട്ടു കൊടുക്കാം. വായോട്ടാ. നമ്മളിതാ 2 ചാല അറ്റ വരെ കോരി കൊടുത്തിട്ടുണ്ട് ഷൈഡായിട്ട്. അപ്പോൾ വടി കൊണ്ട് വെറുതെ നിങ്ങൾ ജസ്റ്റ് കുഴിക്കും. എന്നിട്ട് അതിലേക്ക് ഇതാ ഇട്ട് കൊടുക്കും. എന്നിട്ട് വെറുതെ ഒന്ന് മണ്ണുകൾ തട്ടിയെടുക്കും. ഓരടി അകലത്തിലായിട്ട് നമ്മൾ നട്ടുകൊടുക്കണേ. നമ്മുടെ അവിടുത്തെ ചോളൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ ഞാനേ നമ്മുടെ ഈ പറമ്പിലേക്ക് തന്നെ പോന്നു കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ പയറിന് കുറച്ച് വടിയും കമ്പുകളൊക്കെ കുത്തി കൊടുക്കാറായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നോക്കിയേ കുക്കമ്പർ. ഇവിടെ നമ്മളിതാ കുക്കമ്പർ നട്ടു കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇവർക്കിതാ കമ്പുമ്മിക്ക് കയറി പിടിച്ചു തുടങ്ങി. അപ്പോൾ ഇവർക്ക് ചെറിയൊരു പന്തൽ വയ്ക്കണം. പക്ഷെ അതിന് മുന്നായിട്ട് ഇപ്പുറത്ത് നമ്മളിത് വേറെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇപ്പോൾ നമ്മൾ ഒരു പന്തൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പന്തലിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് വടികളൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പറമ്പിലേക്ക് പോന്നിട്ടുള്ളത് കേട്ടോ.
ഇത് നേരെ പയറിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് പറ്റും ഞാൻ. നമ്പറിൻ്റെ പന്തൽ പെട്ടെന്ന് എന്താ പറയുക വെച്ച് കഴിയേ, വെറുതെ ഓരോ വഴി എടുത്ത് വെക്കുക വേണ്ടോ. നമ്മുടെ അവിടെ തന്നെ ഒരു കവുങ്ങ് നാശമായ സമയത്ത് അന്ന് വെച്ചിട്ടുള്ളത് അതിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് വല്ലപ്പോഴൊക്കെ ഉപകാരപ്പെടുന്ന വെച്ചിട്ട്. ഇതും പക്ഷെ നമ്മുടെ അവിടുത്തെ ഒരു പന്തലിൻ്റെ മുകളിൽ ഇരുന്നിരുന്ന് തന്നെയാട്ടാ. ഒരു കയ്പ പന്തലുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ഒരു സാധനം എന്ത് പച്ചക്കറിയിലും ഒരു സാധനം നട്ടു കൊടുത്താൽ അവിടെ തന്നെ വീണ്ടും അത് തന്നെ നടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ കയ്പ പന്തൽ നമ്മൾ മാറ്റി അവിടെ ഇനി വരിക. ഞാൻ പറഞ്ഞല്ലോ കാട്ടി തന്നില്ലേ നമ്മുടെ കോളിഫ്ലവറൊക്കെ നടാനുള്ള സ്ഥലം, അവർക്ക് വേണ്ടി ആ സ്ഥലം റെഡിയാക്കി. ഇത് വർത്താനത്തിൻ്റെ ഇടയിലേ ഇത് കമത്തിയാണ് വെക്കിട്ടത്, മലർത്തി വെച്ച് പോയി. നമ്മുടെ പയറിൻ്റെ അവിടേക്ക് പോകുമ്പോഴേക്കും പയർ നിൽക്കുന്ന ഭാഗത്ത് നല്ല വിലയായി. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ കുറ്റിപ്പയറിന് എന്തിനാ കമ്പ് കുത്തി കൊടുക്കണേന്ന്. പക്ഷെ അവരധികം പടരില്ല, എങ്കിലും ഒരു ഹൈറ്റേക്ക് ഇത്രയ്ക്ക് വരുമല്ലോ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുത്തി കൊടുക്കുന്നത്. ഈ പയർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടാ നമ്മൾ വെണ്ണീർ ഇട്ടതും അതേപോലെ തന്നെ ഷായിട്ട് മണ്ണ് നോക്കി കാണിച്ചിട്ടുള്ള പയറാ. കണ്ടാ, വെണ്ണീർ ഇട്ടാൽ മതി, പയർ നന്നായിട്ട് ഉണ്ടാവും ചെയ്യും, നല്ല ഉഷാറുണ്ടാവും ചെയ്യും കേട്ടാ. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാനുണ്ട്. അപ്പം നമ്മുടെ ചതുരം പയറും കേട്ടോ അതെ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ പൊട്ടിക്കാൻ പോണത്. അപ്പം ഇതാ ഒരു 4-5 പൊട്ടിക്കാനായിട്ട് പാകമായിട്ടുണ്ട്. ഫസ്റ്റത്തെ കേട്ടാ എന്താ അപ്പോൾ ഇത്രയും 4-5 കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, നിറച്ചുണ്ടാവുന്നുണ്ട് കേട്ടാ. അതെ നമ്മുടെ കുക്കമ്പർ പൊട്ടിക്കാൻ പോവാട്ടാ. നമ്മുടെ കുക്കമ്പർ പൊട്ടിക്കാൻ പോണേക്കാളും മുന്നേ ഇവിടെയാണ് നിൽക്കുന്നതാണ് നമ്മുടെ കൊത്തമ്പര കേട്ടാ. അപ്പം നോക്കിയേ, ഈ കൊത്തമ്പര ഞാൻ കളയാൻ നോക്കിയിട്ടുണ്ടായിരുന്നതാ. ഇത് കളയാതെ നിർത്തുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുറ്റിപ്പയർ ഇതേപോലെ എന്താ പറയുക ഉണ്ടായിക്കൊണ്ടിരിക്കേ ഞാനത് കളഞ്ഞു. കാരണം ഇനി അതും ആദ്യം കിട്ടില്ല എന്ന് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സ്മിത് ഇനി അതൊന്നും ഉണ്ടായി കിട്ടിയതിനില്ല, എന്തിനാ കളഞ്ഞതെന്ന് ചോദിച്ചിട്ട്. ആ ഒരൊറ്റ വാക്കിലാണ് ഞാൻ ഈ കൊത്തമ്പര കളയാതിരുന്നത്. പക്ഷേ ഇപ്പം എത്ര പ്രാവശ്യം നമുക്ക് കിട്ടണു. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കട്ടെ. ഇനി നമ്മുടെ കുക്കമ്പറിൻ്റെ അടുത്ത് പോവാ. നമ്മുടെ കുക്കമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുക്കമ്പർ നമുക്ക് എന്നും പൊട്ടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇതാ ഇവിടെയും ദേ അപ്പോൾ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. എന്നും ഇട്ടതേ ഇതിൻ്റെ ഇടയിലൊക്കെ നോക്കിയാൽ അറിയാം. നല്ലൊരു കുക്കമ്പർ. ഞാൻ ഇന്ന് ഒരെണ്ണം പൊട്ടിച്ചെടുക്കണമല്ലോ. ഇപ്പം ഞങ്ങൾക്ക് രാവിലെ ഉച്ചയ്ക്ക് നമുക്കൊരു ചെറിയ സലാഡ് ഉണ്ടാക്കാനുള്ള ഒരെണ്ണം പൊട്ടിക്കണമല്ലോ. കാരണം മോനെ ഇന്നെത്തും. അപ്പോൾ അവൻ വരുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചെടുക്കാം. ഇത് നല്ലതായിട്ട് നല്ല എക്സസൈസാണ് ഈ വളഞ്ഞിട്ടുള്ള ഈ കിടക്കിൽ. ഇന്ന് നമ്മുടെ ചതുരപ്പയർ പുതിയതായിട്ട് പൊട്ടിച്ചിട്ടു. അതേപോലെ തന്നെ നമ്മുടെ കയ്പക്കായ ഉണ്ടായിട്ടുണ്ട്. ഞാനത് കാട്ടിത്തരാം, അതും പൊട്ടിക്കാം നമുക്ക്. ഇതാ ഞാനേ ഈ കയ്പ പന്തലുണ്ട സമയത്ത് ഞാൻ പറഞ്ഞു എന്ത് കായാണെന്ന് അറിയില്ല, ഏത് ടൈപ്പാണെന്നൊന്നും അറിയില്ല എന്ന്. പക്ഷെ നല്ല കയ്പക്കായ കേട്ടാ, അധികം നീളമൊന്നുമില്ലെങ്കിലും നോക്കിയേ നല്ല കളറല്ലേ. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കണം. പിന്നെ അത് മാത്രമല്ല, ഇതുമ്പോൾ നോക്കിയേ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞ് പിന്നെ അവരിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കണ്ട അവിടെ ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ.
എനിക്കിത് ചെറുതിൽ കായ കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു, കാരണം നീളധികം വരാത്ത ടൈപ്പ് അത് എനിക്ക് അന്നേ മനസ്സിലായി. ഇപ്പം ഇങ്ങനെ പൊട്ടിക്കട്ടെ. ഇന്നിപ്പോൾ നമ്മുടെ പച്ചക്കറികൾ കാലത്ത് നമ്മൾ കുറച്ച് ചീര അരിഞ്ഞെടുത്തു. പിന്നെ നോക്കിയേ, ഇതൊക്കെ തുടക്കക്കാരായ കാരണം ഇത്രയും കുറവ്. കുറച്ചുകൂടി കഴിഞ്ഞ് നമുക്ക് മുള നിറയെ ആൾ പൊട്ടിക്കാൻ കിട്ടാറുണ്ട്. അപ്പം ഇനി നമുക്ക് പണിസ്ഥലത്ത് ചേച്ചിക്ക് കൊള്ളി പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി പറിക്കണം. അത് വീട്ടിൽ പോവാം. കത്തിയുള്ള കയ്യിലേ അതാണ് വെട്ടാൻ ബുദ്ധിമുട്ട്. ഇത് അത്യാവശ്യം വലിപ്പുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. നോക്കിയേ, കൊള്ളിനെ വണ്ണം നോക്ക്. ഒരെണ്ണം പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടാ. ഇതേ കണ്ട, ഇവിടെ ഒരാൾ പൊട്ടിയിട്ടുണ്ട്. ഇത് ഞാനേ ഇനി ഇത് ഇപ്പം പറിക്കാൻ നിൽക്കണില്ല, പൊട്ടിയിരിക്കണത്. കാരണം അവർക്ക് ഉച്ചയിലത്തെ കറിക്ക് വേണ്ടിയിട്ടുള്ളതാണേ. അപ്പോൾ ഇത് വേഗം അവിടെ കൊണ്ടു കൊടുക്കണം. ഓ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാനേ ഇതവർക്ക് കൊണ്ടു കൊടുക്കട്ടെ ആദ്യം. ആള് വിചാരിച്ച പോയല്ലോ, നല്ല വെയിറ്റ് ഉണ്ട്. പോവാട്ടാ. വിജയിച്ചി കൊള്ളി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഞക്കോ ഇവിടെ വെച്ചിട്ടുണ്ട് ചേച്ചി. ആ വേപ്പില പൊട്ടിച്ചില്ലേ ചേച്ചി? അവിടുന്ന് പൊട്ടിച്ചില്ലേ? ഇതാ അല്ലയോ, എൻ്റെ മോളെ അങ്ങോട്ട് വെയിലത്ത് എടുക്കാനാണോ പോണേ? ഓഫ്, ഒന്നും അവൾ കുഴിഞ്ഞു കൊടുക്കട്ടെ കേട്ടാ. അതിന് വേണ്ടിയിട്ടാണ് ആ എടുപ്പ് എടുക്കണേ. അടി എണ്ണി ഒഴിഞ്ഞു തരണ. നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോഴേ നോക്കിയിരിക്കും. ആ പറമ്പിലേക്ക് ഞാൻ കൊണ്ടുപോയില്ല. ഇതേപോലെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. കണ്ട, ഇങ്ങോട്ടൊന്ന് പറയും, ഇവിടെ ഒന്നും ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങോട്ടൊന്ന് പറയും. ഇതന്നെ. ഇനി മതി, എനിക്ക് പണിയുണ്ട് സുന്ദരിക്കുട്ടി. നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ബോഗൺവില്ലമ്മ പൂവിടില്ലല്ലോ. അപ്പോൾ ആ ചട്ടികളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പറമ്പിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് കേട്ടാ. ഇപ്പം നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ ഇരിക്കുന്നതൊക്കെ നമ്മുടെ ബോഗൺവില്ലകളാണ്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ, പിന്നെ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് ഈ അറ്റം വരെ ഇരിക്കുന്നത് ഫുള്ള് ബോഗൺവില്ല. എൻ്റെ കയ്യിൽ ബോഗൺവില്ലയുടെ ചട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 55 ചട്ടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം അതും ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ വെട്ടിയൊതുക്കും. ഒന്ന് വെട്ടിയൊതുക്കി ഇതിന് ചെയ്യുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു വേണ്ട, ഇതൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു വീഡിയോയിൽ കാണിക്കേണ്ടതാണ്. പിന്നെ എനിക്ക് തോന്നിയത്, കാരണം നമ്മുടെ ബോഗൺവില്ലമ്മ പൂടുമ്പോൾ നമുക്ക് എപ്പോഴും കമൻറ്റ് വരാറുണ്ട്, സ്മിതേച്ചി എന്താണ് ബോഗൺവില്ലയ്ക്ക് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇവർക്ക് വളം കൊടുത്തു തുടങ്ങണം. കാരണം ഇപ്പോൾ മഴയ്ക്കൊന്ന് പോയി തുടങ്ങിയല്ലോ. പണ്ടത്തെ പോലെയല്ല, വേനലാണ് നമുക്കിപ്പോൾ കുറച്ച് കൂടുതൽ. അപ്പോൾ വേഗം പൂവിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യണത്. പിന്നെ അത് മാത്രമല്ല കേട്ടാ, നമ്മുടെ വീട്ടിൽ നോക്കിയാൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്, നന്നായിട്ടുണ്ടായിട്ടുണ്ട്.
ഒത്തിരി ഹൈറ്റിലാണ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. കൈ കൊണ്ടൊന്നും പൊട്ടിച്ചാൽ എത്തില്ല നമുക്ക്. ഇത് പടർന്നിട്ടുള്ള മരം എന്ന് പറയുന്നത് നമ്മുടെ സപ്പോട്ട മരമായിട്ടാ, ആദ്യമിക്കാണ് പടർന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ കോഴിക്കൂടുമിക്കായിരുന്നു കേട്ടാ നമ്മൾ പാഷൻ ഫ്രൂട്ട് പടർത്തിയിട്ടുണ്ടായിരുന്നത്. അയ്യോ നല്ല വെയിലായി തുടങ്ങി ഇപ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വട്ടം നമ്മുടെ കോഴിക്കുടുമിക്ക് നമ്മൾ പാഷൻ ഫ്രൂട്ട് പടർത്തിയില്ല. നമുക്കറിയാം കഴിഞ്ഞ വർഷം നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു, അത് എന്നും കൈ കൊണ്ട് പൊട്ടിക്കണ പോലെയായിരുന്നു. അപ്പോൾ ഈ വട്ടം നമുക്ക് കോഴിക്കൂടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അതുമിക്ക് പടർത്തിയില്ല. ഇവിടെ ഒരാൾ മുളച്ച് വന്നപ്പോൾ ആൾ എവിടേക്കെങ്കിലും കയറി പോട്ടെ എന്ന് വെച്ചു നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് ഈ സപ്പോട്ടമിക്ക് കയറി പോകാൻ കാരണം കേട്ടോ. ഒരുവിധം പരുത്തി കഴിഞ്ഞ് നമ്മൾ വേഗം കട്ട് ചെയ്യും, അല്ലെങ്കിൽ സപ്പോട്ടന്മാരെ നശിപ്പിക്കും ആകെ ചുറ്റി പറഞ്ഞിട്ടേ. അപ്പം ഇനി നമ്മുടെ ഈ ബോഗൻവില്ലയുടെ കാര്യത്തിലേക്ക് പോവാം. ബോഗൻവില്ലമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കണ്ട ചട്ടികളൊക്കെ പറമ്പിലിരുന്ന കാരണം ഇരട്ടി പണിയാണ്. ഇതുമത്തെ ആദ്യം മണ്ണും പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ആദ്യം കളയും. അതിനാണ് ഞാൻ ഈ ബ്രഷ് ഉപയോഗിച്ചോണേ കേട്ടാ. കണ്ട നല്ല മഞ്ഞ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചട്ടിയാണ്. ഇന്നത്തെ മണ്ണ് പോണ കണ്ട. ഈ ചെടികളൊക്കെ ഞാൻ വെട്ടിയിട്ടാ, ഞാൻ പറഞ്ഞില്ല മുന്നേ വിചാരിക്കണ്ട, വീഡിയോയിൽ കാണിക്കണ്ടെന്ന് വിചാരിച്ചു. അത് കാരണം ഇതൊക്കെ വെട്ടി അവിടെ നിൽക്കുന്നവരൊക്കെയാണ് ഇനി വെട്ടി ഒതുക്കാനുള്ളത്. അത് കാരണം ഞാൻ കാട്ടിത്തരാം എന്തായാലും ഇപ്പം തന്നെ വരണം. ഇതേപോലെ പൊടിച്ച് നിൽക്കണതുണ്ടല്ലോ, അതൊക്കെ ഞാൻ ഏതാ നന്നായിട്ട് എത്രയും നീളത്തിലാക്കി നിർത്തിയിട്ട് ബാക്കിയൊക്കെ വെട്ടി കളയാട്ടാ. ഇതേപോലെ നന്നായിട്ട് വെട്ടി ഒതുക്കുക. ഇതൊക്കെ വലിയ ബോഗൻവില്ല, അത് കാരണം ഇതിന് കൂടുതൽ താത്തില്ല, കാരണം അത് അത്രയും പന്തലിച്ച് നന്നായി പൂടെ. അപ്പം ഇതേപോലെ വെട്ടി ഒതുക്കുക. അപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേരെ വെട്ടി ഒതുക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതുമ്പത്തെ മണ്ണും പൊടിക്കും കളഞ്ഞ് ആദ്യം അവരെ നീക്കി കൊണ്ടുപോയിക്കട്ടെ. അപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ ബോഗൻവില്ല നോക്കി നല്ല വെട്ടി ഒതുക്കി ചട്ടിയൊക്കെ കഴുകി നമ്മൾ ഇപ്പോൾ ഞാൻ ഈ റോട്ടിൽ ഈ അരുത്തത് അങ്ങനെ അറ്റം വരെ വെച്ച് കൊടുത്ത് നോക്കാട്ടോ. കാരണം ഇവിടെ നല്ല വെയിലുണ്ട്, വെയിലുണ്ടെങ്കിലാണല്ലോ ഒരു പൂവിടുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ചാണപ്പൊടിയാണ്. ചാണപ്പൊടി മാത്രം ഇപ്പോൾ ഇടണുള്ളൂ കേട്ടോ, നന്നായിട്ട് ഇട്ട് കൊടുക്കും. എന്താ നന്നായിട്ട് ചാണപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ചാണപ്പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതിന് നല്ല പൊടിപ്പ് വരും. ആ പൊടിപ്പ് വരുമ്പോൾ നമ്മൾ തളിരിലകളൊക്കെ നുള്ളി കളയുക. പിന്നെ വെള്ളം മാക്സിമം കുറവിൽ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് പൂടാറുണ്ട് കേട്ടോ. അപ്പം ഇനി അറ്റം വരെയുണ്ട്, എല്ലാവർക്കും ഇതേപോലെ ഇട്ട് കൊടുക്കട്ടെ. നമ്മുടെ ചാണിടൽ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാനേ എൻ്റെ കിതപ്പിൻ്റെ കാര്യം പറയാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ പല പ്രാവശ്യമായി സ്മിത പണികളൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര കിതപ്പ് വരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണികൾ എടുക്കണ കാരണം തന്നെയാണ് ഈ കിതപ്പ് വരുന്നത്. എന്താ പറയുക, ഇപ്പോൾ ഒരു പണി എടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ 2-3 മണിക്കൂർ അടുപ്പിച്ചായിരിക്കും പണികൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ കിതപ്പ് വരുന്നത്. പണ്ടത്തെ എൻ്റെ ഒരു മൈക്കാന്ന് പറയണത് ചെറിയ സൗണ്ട് പോലും ചിലപ്പോൾ അങ്ങനെ കാണിക്കാറില്ല. പക്ഷേ ഈ ഒരു മൈക്ക വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ കമൻറ്റ് വരുന്നത്, സ്മിത സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കിതപ്പ് വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ ഇന്നത്തെ ഒരു കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ രാവിലെ നമ്മൾ ചീര അരിയാൻ വേണ്ടി ആ പറമ്പിലേക്ക് പോയി. ആ പറമ്പിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 100 മീറ്റർ അങ്ങോട്ട് പോകണം.
നമ്മൾ സ്പീഡിൽ അങ്ങോട്ട് പോകണു, ചീര അരിയണു, വേഗം ഇങ്ങോട്ട് വരുന്നു, കറികളൊക്കെ വെക്കണു, പിന്നെ നേരെ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങണു, പിന്നെ ചോള നടണു. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പയറിനുള്ള സംഭവങ്ങളൊക്കെ വടികളൊക്കെ എടുത്ത് നേരെ വീണ്ടും ആ പറമ്പിലേക്ക് തന്നെ അർബാനും പിടിച്ച് തള്ളി അങ്ങോട്ട് പോകണു. അത് കഴിഞ്ഞ് അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു നമ്മുടെ ചട്ടികൾ കഴുകലും അതിൽ ചാണപ്പൊടി ഇടലും ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഓരോ സംസാരങ്ങൾ വരുമ്പോഴാണ് കിതപ്പ് വരുന്നത് കേട്ടോ. വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, കിതപ്പ് കൂടുതൽ തോന്നിക്കുന്നത് എൻ്റെ ഈ മൈക്കാണ്. വേറെ ഏതെങ്കിലും മൈക്ക് വയ്ക്കുകയാണെങ്കിൽ ഈ സൗണ്ട് വരില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് പോലെ പുറത്തേക്ക് പോവാണ്. ഇനിയിപ്പോൾ നമ്മുടെ പാചകമൊക്കെ ആയിട്ട് നമുക്ക് പോയി. ഇന്ന് ഞാനുണ്ടല്ലോ ചപ്പാത്തിയും അതേപോലെ തന്നെ നല്ലൊരു ചിക്കൻ റോസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനുണ്ടല്ലോ ഗോതമ്പ് പൊടി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചപ്പാത്തിയിലേക്ക് പൊടി കുഴച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ഉണ്ടല്ലോ 1 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ആകെ ഒന്ന് പൊടിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും പഞ്ചസാരയൊക്കെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിലാണ് നമ്മളിതങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുണ്ടല്ലോ പാലിലാണ് നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് പൊടി കുഴച്ചെടുക്കാം. പശുമ്പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് തിളപ്പിച്ചിട്ടോ അത് തിളപ്പിക്കാതെയോ ഉപയോഗിക്കാം കേട്ടോ. പാലൊക്കെ ഒഴിച്ചിട്ട് പൊടിയുടെ എല്ലായിടത്തേക്കും പാലിൻ്റെ ഒരു എന്താ പറയുക അളവ് ആയിന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നോക്കിയാൽ ഒരു കോഴിമുട്ട കേട്ടോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് പൊടിയിലേക്ക് എല്ലായിടത്തേക്കും കോഴിമുട്ട ആവേണ്ട രീതിയിൽ നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്കിതാ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കലോ അതേപോലെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിലേക്കുണ്ടല്ലോ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ. മാവിൽ നോക്കിയാൽ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ ചപ്പാത്തിക്ക്. നന്നായിട്ട് കുഴച്ച് നമുക്കിതാ ഇങ്ങനെ തന്നെ ഒരു അരമണിക്കൂർ നേരം വെക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ചിക്കനിലേക്ക് ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ തീ കത്തിച്ച് നമ്മളൊരു ചീനച്ചട്ടി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചീനച്ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മൾ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ ഇത്തിരി ഒഴിച്ച് കൊടുക്കണുള്ളൂ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. കണ്ട 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. കൂടി പോവരുത്, അതാട്ടെ വീണ്ടും എടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായി. അതിലേക്ക് നോക്കി നമ്മൾ 1 ടീസ്പൂണ് കുരുമുളക് ഒന്ന് ചൂടാവട്ടെ കേട്ടോ. കുരുമുളക് ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നോക്കിയാൽ ഇതിലൊരു 5 ടീസ്പൂൺ മല്ലിയാട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മല്ലി ഇട്ട് കൊടുക്കുക. കൂടെ നമുക്കിതാ 1 ടീസ്പൂണ് പെരിഞ്ചീരകം, ചെറിയ 3 കറുകപ്പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പു, ഒരു തക്കോലം എല്ലാം നമുക്കിതാ ചെറു തീയിൽ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചീനിച്ചട്ടി നോക്കണ്ട, മൺചീനിച്ചട്ടി ആയ കാരണമാണ് ഇങ്ങനെ പുകയുടെ അത്ര ചൂടായിട്ടുണ്ടാവില്ല കേട്ടോ ചട്ടിനിക്ക്. ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് എല്ലാതും. ആ സമയത്ത് നോക്കി നമ്മൾ 8 വറ്റമുളക് കേട്ടോ, പിന്നെ 4 നമ്മുടെ കാശ്മീരി മുളക്, എല്ലാതും നല്ല ചെറിയ ചൂടിൽ നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ നോക്കിയേ വറവ് റെഡി ആയിട്ടാ. അപ്പോൾ ഞാൻ എന്താ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ.
നമ്മുടെ നോക്കിയാൽ മസാല ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറി വരുമ്പോൾ നോക്കിയാൽ നമ്മുടെ മുളകൊക്കെ ഇത് കണ്ട ഇങ്ങനെ പൊട്ടും. ഇതാണ് പാകട്ടാ. അപ്പോൾ ഇനി നന്നായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക്. ഇനി നമുക്കുണ്ടല്ലോ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 കിലോ ചിക്കനാണ്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാറ്റി നമ്മൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാനിതാ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉപ്പും പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇത്തിരി കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ അധികം പുളിയില്ലാത്ത എന്താ തൈര്. ഇപ്പോൾ ടീസ്പൂണിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 5 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നോക്കിയേ നമ്മുടെ മസാല ചിക്കൻ്റെ ഇതാ എല്ലായിടത്തേക്കും ആവേണ്ട പോലെ നമ്മളിത് നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ തന്നെ ഈ ചിക്കൻ ഉണ്ടല്ലോ ഒരു ഏറ്റവും ഒരു 1/2 മണിക്കൂർ നേരമെങ്കിലും വെക്കുക കേട്ടോ. എത്രയോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ചിക്കനിലേക്ക് നമ്മൾ ഈ മസാലയൊക്കെ പിടിച്ചിട്ട് എന്താ പറയുക കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റേതായ പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിതാ ഇതൊരു 1/2 മണിക്കൂർ നേരം ഇങ്ങനെ തന്നെ മൂടി വയ്ക്കാം. അപ്പം നോക്കിയേ നമ്മുടെ ചിക്കൻ 1/2 മണിക്കൂറിനേക്കാളും കൂടുതൽ ടൈം നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് ഒരു ചട്ടി നമ്മൾ അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചട്ടി ഇതാ ചൂടായി വന്നു. നമ്മൾ അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഇതാ നന്നായി ചൂടായി വന്നു. അപ്പോൾ നോക്കി ഞാൻ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ ഇഞ്ചിയിട്ട് 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതാ 4 ടീസ്പൂൺ വെളുത്തുള്ളി, പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില ചെറുതാക്കി നുറുക്കി ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് 5 പച്ചമുളക് ഇതാ വട്ടത്തിൽ അരിഞ്ഞത്. ഇപ്പോൾ ഇഞ്ചി പച്ചമുളക് വേപ്പില എല്ലാം കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് നന്നായി ചതച്ചെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ അളവ് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് അരിത്ത ഒരു നല്ലൊരു മണം വരുമല്ലോ, അതുവരെ നമുക്ക് ആക്കിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ട ഇതേപോലെ ആയി വന്നിട്ടുള്ളൂ കേട്ടോ. ഈ സമയത്ത് തന്നെ നമുക്കറിയാം നല്ലൊരു മണം വരും. ആ സമയത്ത് നമ്മളിതാ ചുവന്നുള്ളി, ഇപ്പോൾ 25 ചുവന്നുള്ളി ഇതാ കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളിയൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ഉള്ളി ഇങ്ങനെ കടിക്കുമ്പോൾ നമുക്ക് കടിക്കാൻ പാടില്ല. ആ ഒരു രീതി ഉണ്ടല്ലോ, അതേപോലെയാണ് നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ളത്. അതിലേക്ക് നോക്കി കഴിഞ്ഞ് നമ്മൾ 4 സബോള നല്ല ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഗ്രേവിക്ക് ഉണ്ടാവും നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റിൽ. ആ രീതിയിലാണ് നമ്മൾ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സബോളയും അതേപോലെ തന്നെ നമുക്ക് സബോളയുടെ ആ ഒരു കടിക്കേണ്ട ആ ഒരു പാകം ഉണ്ടല്ലോ അത് പോണ വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. സബോളയൊക്കെ ഇട്ടിട്ട് നോക്കിയേ സബോളയുടെ ആ ഒരു കടിക്കുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ അതൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ മസാലയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ചിക്കൻ ഒരു 3/4 മണിക്കൂറല്ല ശരിക്കും 1 മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ഈ മസാലയൊക്കെ റെഡി വന്നപ്പോൾ കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ തീരെ വെള്ളം ഒഴിക്കില്ല കേട്ടോ. നല്ല ഹൈ ചൂടിൽ നമ്മൾ ആദ്യം ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം തുറന്ന് വെച്ചിട്ടാ. നല്ല ചൂടിൽ തന്നെ, തീ കുറച്ചൊന്നും വെക്കണ്ട.
ഒരു 5 മിനിറ്റ് നേരം ഞാൻ നല്ല ചൂടിൽ എന്നതേ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. മൂടി വയ്ക്കുമ്പോഴും നമ്മൾ നല്ല 5 മിനിറ്റ് നേരം നല്ല ചൂടിൽ തന്നെ, തീ കുറച്ച് വയ്ക്കണ്ട, 5 മിനിറ്റ് നേരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 5 മിനിറ്റ് നേരം നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് തുറക്കാം കേട്ടോ. ഒന്ന് നോക്കിയേ, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കുണ്ടല്ലോ തീ കുറച്ച്, കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല, തീ കുറവിൽ വെച്ചിട്ട് മൂടി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും വേണം കേട്ടോ. ഇനി നമ്മുടെ ചപ്പാത്തി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചപ്പാത്തി ഇപ്പോൾ വെച്ചിട്ട് കുറേ നേരമായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ടൊക്കെ അമർത്തുമ്പോൾ വേണ്ട, നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് ആദ്യം ഉരുട്ടിയെടുക്കാം കേട്ടോ. കാണിക്കണം കേട്ടാ. കണ്ട, ഇതേപോലെ ഓരോ ബോളുകളാക്കിയിട്ടായിട്ട് നമ്മൾ എടുക്കണേ. ഇനി നമുക്കുണ്ടല്ലോ ചപ്പാത്തി പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധാരണ ചപ്പാത്തിയേക്കാളും ഒത്തിരി കനത്തിലായിട്ട് നമ്മൾ പരത്തിയെടുക്കണേ. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ചപ്പാത്തി ഞാൻ പരത്തിയെടുക്കട്ടെ കേട്ടോ. ചപ്പാത്തി അല്ല, മാവ് പരത്തിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പരത്തിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിട്ടല്ലോ ചപ്പാത്തി ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ തീ കത്തിച്ച് ഒരു ചപ്പാത്തി ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ചിക്കൻ ഞാൻ പല വട്ടമായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ട, നമുക്കറിയാം തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. ഈ വെള്ളം മതി നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിത് ഒന്നും കൂടി ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കട്ടെ. ചിക്കൻ വേവണം വരെ ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചട്ടി ചൂടായി വന്നപ്പോൾ നോക്കി നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് നെയ്യ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതാ ചുട്ടെടുക്കാം. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മറച്ചിടുക. അങ്ങനെ 1-2 വട്ടം മറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഓരോ പോലെ വേവിച്ചെടുക്കാം. നമുക്ക് ചപ്പാത്തി ഇട്ടിട്ട് ഒന്ന് ചൂടായി വന്നപ്പോൾ നമുക്കിതാ മറച്ചിടാം. മറച്ചിടുമ്പോൾ നമ്മളിതാ നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതാ മറച്ചിടാം. അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആവി പുറത്തേക്ക് പോകേണ്ട രീതിയിലായിട്ട് നമ്മൾ തുറന്നു വയ്ക്കുന്നത്. അതല്ലെങ്കിൽ ആവി വെള്ളം എനിക്ക് വീഴും. വീണ്ടും നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഇതാ നെയ്യൊക്കെ പുരട്ടി കൊടുത്ത് ചപ്പാത്തി വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏതാണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്തൊരു ചപ്പാത്തി ഇട്ടിട്ട് നമുക്ക് വേഗം തുറന്നു നോക്കാം. കാരണം വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയമായല്ലോ. അപ്പോൾ നമുക്കൊരു ടൈം കാണുമ്പോൾ തന്നെ അറിയാം എത്ര ടൈം മതി ചിക്കൻ വേവാന്നുള്ളത്. അപ്പോൾ ഇതാ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കഷ്ണം എന്താ ഇപ്പോൾ ഇതേപോലത്തെ ഒരു കഷ്ണമാണെങ്കിൽ നമ്മളിതിങ്ങനെ കയ്യിലോട് ആക്കുമ്പോൾ വേണ്ട പൊട്ടിപ്പോന്നു. അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനുണ്ടല്ലോ ഒരു 5 മിനിറ്റ് നേരം തന്നെ നമുക്കുണ്ടല്ലോ തീ കുറവിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ തുറന്ന് വയ്ക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മളുണ്ടല്ലോ ചിക്കൻ 5 മിനിറ്റ് നേരം നമ്മൾ തുറന്ന് വെച്ച് നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില കേട്ടോ വെറുതെ മുകളിൽ ഒന്ന് വെതറിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മളിതാ ചെറുതായിട്ടൊരു എയർ കടന്ന് പോകേണ്ട രീതിയിലായിട്ട് ഇതാ മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചപ്പാത്തി ഇതാ ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ.
അപ്പം ഞാൻ ടേസ്റ്റ് വേണ്ടി ഷായിട്ടിന് പിടിച്ചിട്ട് പറ്റേട്ടാ. ഓ നമ്മുടെ ചപ്പാത്തി നോക്കിയേ നല്ല സോഫ്റ്റ് ആട്ടാ. ചേട്ടാ ഈ മൂടി ഒന്ന് അങ്ങോട്ട് വയ്ക്കും. ഭയങ്കര വെയിറ്റാ നമ്മുടെ ഈ ചട്ടിയുടെ മൂടിക്ക്. ഓക്കെ, ഗ്രേവിയും ചിക്കനും അങ്ങനെ പൊതിഞ്ഞിരിക്കൂട്ടെ, ആ രീതിയിലാണ് നമ്മൾ വെച്ച് നോക്കണേ. കാണുമ്പോഴേ വായില് കപ്പൽ ഓടിക്കാൻ പറ്റും, അത്ര വെള്ളം വന്നു. അടിപൊളിയാ, ഭയങ്കര രസമായിട്ട് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ്. ചപ്പാത്തി നല്ല സോഫ്റ്റ് അല്ലേ കഴിക്കാൻ, നിങ്ങൾ തൊടാ വേണ്ടോ നോക്കിയേ, രസല്ലേ ചപ്പാത്തി അല്ലേ? ഇത് കഴിക്കാൻ പറ്റൂടെ, പൊറോട്ട നല്ല സുഖം കഴിക്കാൻ. അതേപോലെ ഈ ചപ്പാത്തി നല്ല സോഫ്റ്റാ, നമുക്കിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ചൂടുള്ള കാരണം ഞാൻ അങ്ങനെ ഇങ്ങനെ ആക്കുന്നത്. അപ്പൊ എല്ലാവരും നോക്കിയോളാം, അത്ര രസമായിട്ടുള്ള കറിയുന്നത്. ചോറിനാനും കുഴപ്പമില്ലാട്ടത്, നല്ല രസമല്ലേ? അപ്പൊ നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇട്ടിട്ടാ.